ഞാനേ കൃഷിയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഭാഗത്ത് ഒരു കുഞ്ഞു ഭാഗത്ത് കുറച്ച് നവരയിലയും കൂടെ ഞാനൊന്ന് നട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനെന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് പനി, ചുമ, ജലദോഷം ഇതൊക്കെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു ഞവരയില ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അത് നല്ലവണ്ണം ഒന്നുകിൽ വാട്ടിപ്പിഴിയും, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നല്ല ചാറെടുത്തിട്ട് ഒരു അര സ്പൂൺ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവരുടെ ചുമയൊക്കെ പെട്ടെന്ന് ഒന്ന് മാറിക്കിട്ടും. ഇപ്പോഴത്തെ അമ്മമാർക്കൊന്നും അത് അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒരു ചുമയോ ജലദോഷമോ വന്നാൽ ഓടി കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കുന്നു, കുറേ ഇംഗ്ലീഷ് മരുന്ന് കുറിക്കുന്നു, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. അതാണ് അവരുടെ. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പണ്ട് കാലത്തൊക്കെ ഉള്ള മരുന്ന് ഇത് തന്നെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളുള്ള കുട്ടികൾ ആണെങ്കിലും അല്ലെങ്കിലും വലിയവർക്കായാലും പനിയോ ജലദോഷമോ എന്തെങ്കിലും വന്നാൽ ഇതിന്ന് 2 ഇലയും തുളസി ഇലയും കുരുമുളകും കരിപ്പൊട്ടിയും കൂടെ ഇട്ടിട്ട് ഒരു കാപ്പി ഇട്ട് കുടിച്ചാലും നമുക്ക് ഈ പാരസെറ്റമോൾ എന്നുള്ളൊരു ഗുളികയോ മരുന്നോ ഒന്നും കുടിക്കാതെ തന്നെ നമ്മുടെ പനിയെല്ലാം അപ്രത്യക്ഷമാകും. അല്ലാതെ തന്നെ കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ തലയൊക്കെ തോർത്തിട്ട് പണ്ട് കാലത്ത് ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. ഭസ്മത്തിൽ കുറച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഭസ്മത്തിൽ കുറച്ച് ഇതിൻ്റെ ഇലയുടെ ചാറെടുത്ത് നല്ലവണ്ണം ഒഴിച്ചിട്ട് ആ ചാറ് വീണ ഭസ്മം കുഞ്ഞുങ്ങളുടെ നെറുകയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ അവർക്ക് ജലദോഷം വരത്തേയില്ല. ഈ രാസനാദി പൊടി പോലെ പണ്ട് ഞാനൊക്കെ അതാ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തിരുന്നത്. ഇങ്ങനെ ഈ നവരയിലയുടെ ചാറെടുത്ത് ഭസ്മത്തിലിട്ടിട്ട് ആ ഭസ്മം കുഞ്ഞുങ്ങളുടെ നെറുകയിൽ തേക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് പണ്ടൊന്നും ഈ ജലദോഷമോ പനിയോ ഒന്നും ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കല്ലേ എപ്പോഴും നിമിഷ നേരം കൊണ്ട് പനിയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ വരുന്നത്. പക്ഷേ നമ്മളൊക്കെ പണ്ട് ഇതാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും ഇതുപോലെ ഒരു നവരയില നിങ്ങൾ നട്ട് ഇപ്പോഴത്തെ അമ്മമാർക്ക് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇങ്ങനെയാണ് ഈ നവരയില കൊണ്ടുള്ള ഗുണമെന്ന് ഇപ്പോഴത്തെ അമ്മമാരോട് പറഞ്ഞ് നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഓക്കെ, ബായ്. ഞാനിപ്പോൾ ആ നവരയില പിഴിഞ്ഞ് ഭസ്മം എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാവേ. ഞാൻ കുറച്ച് ഭസ്മം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലവണ്ണം ചാറ് പിഴിഞ്ഞൊഴിച്ചിട്ട് ഈ ഭസ്മം ഒന്ന് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ ശകലം എടുത്ത് ഒന്ന് കുഞ്ഞുങ്ങളുടെ നെറുകയിൽ തേച്ച് കൊടുത്താൽ മതി. അവർക്ക് ജലദോഷം എന്ന് പറയുന്ന സാധനമേ വരത്തില്ല. ഓക്കെ.